കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരള തീരത്ത് വ്യാപക കടൽക്ഷോഭം. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും തൃശൂരിലും വിവിധയിടങ്ങളിൽ കടൽ കരയിലേക്ക് കയറി. പലയിടങ്ങളിലും തീരദേശം വഴിയുള്ള ഗതാഗതം താറുമാറായി. തീരത്ത് ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുമ്പെങ്ങുമില്ലാത്ത വിധം കടൽ കലിതുള്ളി കരയിലേക്ക് കയറുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ തീരദേശ മേഖലകളിൽ മുൻകാലങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള വലിയ കടൽക്ഷോഭമാണ് നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് കാണാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി 7:30 ഈ കള്ളക്കടൽ പ്രതിഭാസം തിരുവനന്തപുരത്തിൻ്റെ ഈ പൊഴിയൂര് മുതൽ വർക്കല വരെയുള്ള തീരപ്രദേശങ്ങളിൽ കണ്ടു തുടങ്ങിയത്. കഴിഞ്ഞ മാസവും കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായിരുന്നു. അപ്പോഴും വലിയ നാശനഷ്ടവും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടായതാണ്. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായിരുന്നു. റോഡുകളിലേക്കടക്കം വെള്ളം കയറി, കടൽ കയറി റോഡ് ഗതാഗതം താറുമാറാകുന്ന സാഹചര്യം കണ്ടതാണ്. ഇപ്പോൾ അതിനോട് സമാനമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ അഞ്ചുതെങ്ങ് പൂത്തുറ തീരദേശ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ രാത്രി റോഡുകളിലടക്കം വെള്ളം കയറിയതായി. ഇപ്പോൾ ഈ കാണുന്ന പോലെ വെള്ളം കയറി കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഇത് കടലിൻ്റെ തീരമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് നല്ല മണ്ണാണ്. ഇതേണ്ട ഒരു 1.5 സെൻറ്റിമീറ്ററിലധികം മണ്ണുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, മണലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്തരത്തിൽ ഈ കടൽ കയറി കടൽ മണൽ വലിയ തോതിൽ കരയിലേക്ക് വന്നിരിക്കുകയാണ്. വാഹന ഗതാഗതം ഒരു തരത്തിലും പോകാൻ കഴിയാത്ത വിധം കരയിലേക്ക് ഇങ്ങനെ ഇരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇന്നലെ രാത്രി തുടങ്ങിയ ഈ കള്ളക്കടൽ പ്രതിഭാസം ഉച്ചയോടുകൂടിയെങ്കിലും അതിന് അല്പം ശാന്തത കൈവരേണ്ടതാണ്. പക്ഷേ 1.5 മീറ്ററിലധികം ഉയരത്തിൽ തിരമാല ഉയർന്നു പൊങ്ങുമെന്നുള്ള സമുദ്ര ഗവേഷണ പഠന കേന്ദ്രത്തിൻ്റെ അറിയിപ്പുണ്ടായിരുന്നതാണ്. പക്ഷേ ആ 1.5 മീറ്റർ ഒന്നുമല്ല, അതിനേക്കാട്ടിലും വലിയ ഉയരത്തിലാണ് ഈ കടൽ കരയിലേക്ക് കയറുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണാം. ആളുകൾ ഈ റോഡിലേക്കൂടെ വാഹനം സുഗമമായി ഓടിച്ചുകൊണ്ട് പോകേണ്ട സാഹചര്യത്തിൽ നിന്ന് വാഹനം ഉന്തിക്കൊണ്ട് പോകേണ്ട സാഹചര്യമാണ്. ഇപ്പോൾ ഒരു കാറിൻ്റെ വീല് പോലും ഈ മണൽ കടന്ന് ഈ സുഗമമായി പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കടൽ റോഡിലേക്ക് കയറി ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. നല്ല തോതിൽ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം വാഹനം ഓടിച്ച് പോകാൻ കഴിയുന്ന സാഹചര്യമില്ല, വീട്ടിൽ സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയുന്ന സാഹചര്യമില്ല. കാരണം ജനപ്രതിനിധികളെ അടക്കം ചീത്ത വിളിക്കുന്ന സാഹചര്യമുണ്ട്. കടൽക്ഷോഭത്തിന് ഒട്ടും കുറവില്ല. നല്ല തോതിൽ കടൽ ഉയർന്നു പൊങ്ങി നല്ല തിരമാല കരയിലേക്ക് അടിച്ചു കയറുകയാണ്. വാഹനങ്ങളടക്കം റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ കാണുന്ന പോലെ കടൽ വീണ്ടും കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സാഹചര്യം ഇന്ന് മുഴുവൻ തുടരുമെന്നുള്ള അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. എന്തായാലും തീരത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം. കടലിലേക്ക് ഒരു കാരണവശാലും പോകരുത്. തീരത്ത് നിർത്തിയിട്ടിരിക്കുന്ന മത്സ്യബന്ധന വള്ളങ്ങളും മറ്റുമൊക്കെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളും അറിയിപ്പുകളും ബന്ധപ്പെട്ട അധികൃതർ നൽകുന്നുണ്ട്. എന്തായാലും ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന അറിയിപ്പ് കൃത്യമായി പാലിക്കണം. തീരത്തുള്ള ആളുകളും മത്സ്യത്തൊഴിലാളികളും സുരക്ഷിതരായിരിക്കണം. കള്ളക്കടൽ പ്രതിഭാസം ഇന്നുകൂടി തുടരുമെന്നുള്ള അറിയിപ്പാണുള്ളത്. എന്തായാലും ഈ വേലിയേറ്റ സമയത്ത് സാധാരണഗതിയിൽ ഈ കടലിൻ്റെ ഈ കരയിലേക്കുള്ള വരവ് അല്പം കുറയേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും നല്ല തോതിൽ കടൽ കരയിലേക്ക് വരികയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്തേക്ക് പോലും ഈ കടൽ കയറുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഒരു ഭാഗത്ത് ഏതാണ്ട് ഒരു 2-3 മിനിറ്റിൻ്റെ ഇടവേളകളിൽ വലിയ തിരമാലകൾ ഉയർന്നു പൊങ്ങുകയും അത് കരയിലേക്ക് വരികയുമാണ് ചെയ്യുന്നത്. എന്തായാലും തീരത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കുക. നേരത്തെ നമ്മൾ പല ആളുകളോടും സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഭീതിയോടുകൂടിയാണ് കഴിയുന്നത്. കടൽ എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ള ആശങ്ക ഉണ്ട് എന്ന് അവർ പറയുന്നു. എന്തായാലും ആളുകളൊക്കെ വലിയ ആശങ്കയോടുകൂടിയാണ് കഴിയുന്നത്. ജനപ്രതിനിധികളെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ എന്തായാലും വലിയ ഭീതിയിൽ തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ തീരദേശ മേഖലയിലുള്ള ആളുകൾ കഴിയുന്നത്. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് പൂത്തുറയിൽ നിന്ന് എസ് അനൂഷിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.